വൈകുന്നേരം വേറൊരു വൈബാണ്. ആ, ആ. ഞങ്ങൾ അന്ന് പോയത് വൈകുന്നേരമാണ്. വൈകുന്നേരം ഭയങ്കര വൈബാണ്. മാത്രമല്ല പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ പ്രേക്ഷകർക്ക് കാണാം. അതിനിടയിലൂടെ യോട്ടിങ്ങിന് പോവുക. ഇങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മുടെ നാട് മാറുന്നത്. എങ്ങനെയാണ് സിംഗപ്പൂർ മാറിയത്, എങ്ങനെയാണ് മൗറീഷ്യസ് ഒക്കെ മാറിയത് എന്നുള്ളത് പോലെ മാറ്റത്തിന് പറ്റുന്ന ഒരു സാധ്യതകളിലേക്കാണ്. ഇത്രയും സ്പീഡേ ഉള്ളൂ? അല്ല, സ്പീഡ് എത്ര വേണം കൂട്ടാ, അടിച്ച് പോകാൻ പറയും, സ്പീഡ് പോകാൻ. അതെ അതെ, അപ്പോൾ അതാണ് ഇതിപ്പോൾ എറണാകുളം സ്റ്റുഡിയോയിൽ എത്തിച്ചേരണം പെട്ടെന്ന് എത്തിക്കാൻ. വേണമെങ്കിൽ ഇത് എത്ര സ്പീഡിൽ എത്തിക്കുമെന്നുള്ള 5 മിനിറ്റ് മതി ബേപ്പൂരിൽ നിന്ന് കോഴിക്കോട്ടെത്താൻ. 5 മിനിറ്റ്. 5 മിനിറ്റ് അത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. 100 കിലോമീറ്റർ വരെ പോകും. 100 കിലോമീറ്റർ വരെ പോകും സ്പീഡ്. അപ്പൊ ഇനിയിപ്പോ ഇത് വേണമെങ്കിൽ ഒരു പാസഞ്ചർ സർവീസ് പോലെ വേണമെങ്കിൽ തുടങ്ങാം. ഇത് പിന്നെ ചെലവ് കൂടുതലായതുകൊണ്ട് ടൂറിസ്റ്റുകൾക്കാണ്. പിന്നെ 15 പേരൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തു, വലിയ വിഷയം വരുന്നില്ല. പിന്നെ നല്ല മീനൊക്കെ പിടിച്ച് ഇതിൽ തന്നെ പൊരിച്ച് അല്ലെങ്കിൽ കറി വെച്ചൊക്കെ കഴിക്കാൻ അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പൊ മീൻ പിടിച്ച് ഫ്രഷ് മീൻ അപ്പൊ തന്നെ കഴിക്കാം. വലിയ ശബ്ദങ്ങളൊന്നുമില്ല, വളരെ ശാന്തമായിട്ടാണ് പോകുന്നത് അല്ലേ? അപ്പൊ വർത്തമാനങ്ങളൊക്കെ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണ്ടി വന്നാൽ കേരള മന്ത്രിസഭയുടെ യോഗം പോലും ഇതിനകത്ത് വെച്ച് നടത്താൻ പറ്റുന്ന സംവിധാനം ഇതിനകത്തുണ്ട്. വലിയ അലോസരമൊന്നുമില്ല അല്ലേ? ഇവിടെ ഇതിന്റെ അടുത്തുള്ള ഒരു മെറീനയിൽ നമ്മൾ ഈ അവലോകന യോഗങ്ങൾ നടന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി മന്ത്രിസഭ അവലോകന യോഗം 4 ജില്ല നടന്നത് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. അതും വലിയ ചാലിയാറിന്റെ തീരത്തായിരുന്നു.